നിങ്ങൾ അറിഞ്ഞോ ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. പാലപ്പുറം ചിനക്കത്തൂർ പൂരം ഗംഭീരമാക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ഒറ്റപ്പാലം ദേശകമ്മിറ്റി ഭാരവാഹികൾ. ചിനക്കത്തൂർ പൂരം ഗംഭീരമാക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഓരോ പൂര കമ്മിറ്റികളും. ഇക്കുറി എല്ലാ വർഷത്തെ പോലെയും ഗംഭീരമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഒറ്റപ്പാലം ദേശകമ്മിറ്റി പ്രസിഡന്റ് TP പ്രദീപ് കുമാർ പറഞ്ഞു. NSS KPT സ്കൂളിലെ 7 ദിവസത്തെ കലാപരിപാടികൾ, അതുപോലെ തന്നെ 5 ആന, വാദ്യം, കൂത്ത ദിവസം ചിനക്കത്തൂർ കാവിൽ വെച്ച് പ്രസാദകൂട്ട് തുടങ്ങിയ പരിപാടികളൊക്കെ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. മറ്റ് അരി, എണ്ണ തുടങ്ങിയ സ്വീകരിക്കുക, അതോടൊപ്പം തന്നെ പരിപാടികൾ സ്വീകരിക്കുക, പിരിവ് നടത്തുക, സ്പോൺസർമാരെ കണ്ടെത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കമ്മിറ്റി ഭാരവാഹികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. എന്തായാലും 7 ദിവസത്തെ കലാപരിപാടികളും അതുപോലെ തന്നെ 6-7 നിലയുള്ള ഒരു നിലപ്പന്തൽ ഉൾപ്പെടെയുള്ള വിപുലമായ ഒരു പൂരമാണ് ഇത്തവണ നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നമ്മോട് സഹകരിച്ചിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ കാണാനും അവരുടെ കൂടി സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒറ്റപ്പാലം പ്രതീക്ഷിക്കുന്ന അതിവിപുലമായ രീതിയിൽ തന്നെ ഉള്ള പൂരാഘോഷം ഇത്തവണയും ഉണ്ടാകുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ദേശകമ്മിറ്റി കൂത്ത് ദിവസം നടത്തിവരുന്ന അന്നദാനം ഇക്കുറി ചിനക്കത്തൂർ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ നടക്കും. ഇക്കുറി 6000 പേർക്കുള്ള ഭക്ഷണം ഒരുക്കാനാണ് കമ്മിറ്റി തയ്യാറായിട്ടുള്ളത്. ഗജവീരൻ ഇത്തിത്താനം വിഷ്ണു നാരായണനാണ് ഒറ്റപ്പാലം ദേശത്തിന്റെ തിടമ്പേറ്റുക. മേള പ്രമാണിമാരുടെ മേളവും പൂരത്തിന് മാറ്റുകൂട്ടുമെന്ന് ഒറ്റപ്പാലം ദേശകമ്മിറ്റി സെക്രട്ടറി വിനോദ് പറഞ്ഞു. കേരളത്തിലെ തലയെടുപ്പുള്ള ആനയായ ഇത്തിത്താനം വിഷ്ണുനാരായണൻ ആനയാണ് ഒറ്റപ്പാലം ദേശത്തിന് വേണ്ടി ചിനക്കത്തൂർ പൂരത്തിന് തടമ്പെടുക്കാൻ വേണ്ടി വരുന്നത്. അതുപോലെ തന്നെ പല്ലാവൂർ ശ്രീധരന്മാരുടെ നേതൃത്വത്തിലുള്ള ഗംഭീര പഞ്ചവാദ്യം തന്നെയാണ് ഇപ്രാവശ്യം ഒറ്റപ്പാലം ദേശ കമ്മിറ്റി കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരം രാവിലെ 11 മണിക്ക് സദനം രാമകൃഷ്ണൻ്റെയും മാരാരുടെയും കല്ലൂർ ഉണ്ണികൃഷ്ണൻ്റെയും ഗംഭീര തായമ്പകയാണ് ഇപ്രാവശ്യം ഒറ്റപ്പാലം ദേശ കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ ഗംഭീരമാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഒറ്റപ്പാലം ദേശ കമ്മിറ്റി ഈ പ്രാവശ്യം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. 2026 മാർച്ച് 2-3 തീയതികളിലാണ് പൂരം നടക്കുക.